മലയാളികളുടെ ചുണ്ടിൽ നിറഞ്ഞു നിന്ന ഗാനം. സിനിമാ ഗാനങ്ങൾക്കൊപ്പം ആൽബം ഗാനങ്ങളും ആവേശമെത്തുന്ന കാലത്തായിരുന്നു ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് മലയാളികളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടുന്നത്. മികച്ച സംഗീതം, കൗതുകമുയർത്തുന്ന വരികൾ, കണ്ണിന് ഇമ്പമേകുന്ന കൊറിയോഗ്രാഫി, ഇതെല്ലാം ഒത്തുചേർന്നു സിനിമാ ഗാനരംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ചടുലമായ നൃത്തച്ചുവടുകളും നിരവധി നർത്തകരുമായി ഒരു ആഘോഷം. ഇന്നും ആ പാട്ട് ഒരു നൊസ്റ്റാൾജിയായി മലയാളികളുടെ ഇടയിലുണ്ട്. വീട്ടുകാരോടൊപ്പം അടുത്ത വീട്ടിൽ പോയി TV കണ്ടതും ആ പാട്ടുപാടി നൃത്തം ചെയ്തതുമായ നിരവധി ഓർമ്മകൾ. ഇക്കുറി മലയാളത്തിൽ നിന്ന് പ്രേമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജൂറിയിൽ എത്തിയിരിക്കുന്ന പ്രധാന ചിത്രങ്ങൾ. മികച്ച നടനുള്ള പുരസ്കാരം പ്രേമയുഗത്തിലൂടെ മമ്മൂട്ടി നേടുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറിയാണ് സിനിമകൾ കണ്ട് അവാർഡ് നിർണയം പൂർത്തിയാക്കിയത്. 2012 ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി അംഗമായി ജയരാജ് പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻപ് കേരളത്തിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജി N കരുൺ, പ്രിയദർശൻ എന്നിവർ സെൻട്രൽ പാനൽ ജൂറി ചെയർമാൻമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് കൂടുതൽ ചിത്രങ്ങൾ അവാർഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ആസ്വാദകരും നിരൂപകരും. കഴിഞ്ഞ തവണ മികച്ച നടൻ, സഹനടി പുരസ്കാരങ്ങൾ മലയാളി താരങ്ങളെ തേടിയെത്തിയിരുന്നു. പൂക്കാലം എന്ന ചിത്രത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ ഉർവശിയാണ് സ്വന്തമാക്കിയത്.